സോ ഹായ് ഓൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ ഏറ്റവും അവസാനത്തെ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ചെറുതല്ല, അത്യാവശ്യം നല്ല രസമുള്ള പ്രോബ്ലംസ് തന്നെ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും വെച്ചെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരേ സമയം പിക്ചറൊന്നും എനിക്ക് വരക്കാൻ വേറെ ടൈം കളയണ്ട, നിങ്ങൾക്ക് അത്രയും ലാഭമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? A clock എന്താ പറയാ which keeps correct time at 20 degree Celsius has a pendulum rod of brass. ഓക്കെ, അപ്പോ ഒരു ക്ലോക്ക് ഉണ്ട്. അതൊരു പെൻഡുലം റോഡാണ്, ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയ പെൻഡുലം റോഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോറി, പെൻഡുലം റോഡ് ബ്രാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ക്ലോക്ക് 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ കറക്റ്റ് ടൈം കാണിക്കും. സോ ടി എത്ര കിട്ടി? 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. സോ ടി എത്ര കിട്ടി? 20 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. ഓക്കെ, how many seconds will it gain or lose per day when the temperature falls to 0 degree? ഓക്കെ, അപ്പോ ഇത് ടെമ്പറേച്ചർ ടി 20 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് കറക്റ്റ് ടൈം കാണിക്കുക. അപ്പോൾ എത്ര സെക്കൻഡ്, ഇപ്പോ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയി മാറുമ്പോൾ എത്ര സെക്കൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, എത്ര സെക്കൻഡ് ആണ് എന്ത് ചെയ്യുക ഒരു ദിവസം ഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ ലോസ് ചെയ്യുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇതൊരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? സിമ്പിൾ ആണ്. അതായത് ഗെയിൻ, ഒരു പെൻഡുലത്തിന്റെ കേസിൽ ലോസ് ഓർ ഗെയിൻ ഇൻ എ ഡേ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോസ് ഓർ ഗെയിൻ ഇൻ എ ഡേ. ഓക്കെ, ഒരു പെൻഡുലത്തിന്റെ കേസിൽ ലോസ് ഓർ ഗെയിൻ ഇൻ എ ഡേ, ഒരു ദിവസം എത്ര സെക്കൻഡ് ലോസ് ആയി എന്ന് കാണാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സെക്കൻഡ് ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു എന്ത് വരും? ഹാഫ് ഇൻറ്റു ആൽഫ ടി ഇൻറ്റു എത്ര വരും? 8.6400 അല്ലെ? സോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആൽഫ തന്നിട്ടുണ്ട്. എത്ര? ആൽഫന്റെ വാല്യൂ എത്ര? ക്വസ്റ്റ്യൻ ഓൾറെഡി ഗിവൺ ആണ്. 18 ഇൻറ്റു 10⁻⁻6. ഓക്കെ, 18 ഇൻറ്റു 10⁻⁻6 ആണ്. ദെൻ ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ടെമ്പറേച്ചറിനെ മാറ്റാത്തത്. ഓക്കെ, അപ്പൊ ടി ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ, സോ ഇനി എന്താ ചെയ്യാം? നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ലോസ് ഓർ ഗെയിൻ ഇൻ എ ഡേ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു ആൽഫ. ആൽഫ എത്ര? 18 ഇൻറ്റു 10⁻⁻6 ആണ്. സോ 18 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ടി എന്ന് പറഞ്ഞ ടൈം അല്ല, ടെമ്പറേച്ചർ ആണ്. 20 ഇൻറ്റു എത്ര വരും? 8.6400. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അത്യാവശ്യം കുറച്ച് കൂടുതലുള്ള വലിയൊരു മാത്തമാറ്റിക്സ് ആണ് ഇത്. ഓക്കെ, സോ ഇത് നിങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഈ 2ഉം ഈ 20ഉം ആണെങ്കിൽ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. പിന്നെ എന്താ പറയാ, ഈ 10 ഇൻറ്റു 18 ഇങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, വലിയ വിഷയമൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക. സോ അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ്ലി നമുക്ക് നോക്കാം, ഓപ്ഷനിൽ നോക്കാം. സോ ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം, കാരണം എല്ലാം ക്ലോസ് ടു ക്ലോസ് ആൻസേഴ്സ് ആണ്. കണ്ടോ, 155.5, 15.55, 25.55, 18.55, അങ്ങനെ വളരെ ക്ലോസ് ടു ആൻസേഴ്സ് ആണ്. സോ ഇതിന്റെ ആൻസർ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 15.55 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അതായത് ഓപ്ഷൻ ബി ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഹാഫ് ഇൻറ്റു ആൽഫ ടി ഇൻറ്റു 8.6400. ഇത് കീമിന് ചോദിക്കൂല. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ IITക്ക് ചോദിക്കാം, നീറ്റിനും ചോദിക്കാം. ഓക്കെ, കീമിന് ഇത് ചോദിക്കൂല, കാരണം നിങ്ങൾ സിലബസിൽ ഈ സാധനം ഇല്ല. ഓക്കെ, കുറച്ച് ഔട്ട് ഓഫ് സിലബസ് നമ്മൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ അത് നമ്മൾ തീർത്തു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സാധനം എന്താ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, സോ അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാനത് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം അത് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴിക്ക് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമുക്കത് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ. അത്യാവശ്യം വലിപ്പം കണ്ടിട്ട് എന്തൊക്കെയോ സംഭവമായുള്ള ലെവലിൽ നോക്കണ്ട. സംഭവം വളരെ സിമ്പിൾ ആണ്. അപ്പൊ നോക്കാം. എ പാർട്ടീഷൻ വാൾ. ഓക്കെ, ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് എ പാർട്ടീഷൻ വാൾ ഹാസ് 2 layers ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് എ ആൻഡ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അതായത് ഒരു പാർട്ടീഷൻ വാൾ, അതായത് ഒരു വാൾ ഉണ്ട്. ഈ വാളിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 layers ഉണ്ട്. സോ ഇതാണ് വാള്. ഓക്കെ, അപ്പൊ വാൾ ഇതാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ വാള്. ഓക്കെ, അപ്പൊ നമ്മളെ മൂന്ന് വാളല്ല, ഈ വാളിന്റെ അടിയിൽ 2 layers ഉണ്ട്. ഏതൊക്കെയാ ലേയേഴ്സ്? എ പാർട്ടീഷൻ വാൾ ഹാസ് 2 layers ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് എ ആൻഡ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. സോ ഈ ഒരു ഭാഗത്തില് എ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, ഈ ഭാഗത്തിൽ ബി എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഓക്കെ, ദേ ഹാവ് എന്താ പറയാ, ദേ ഹാവ് സെയിം തിക്നെസ്. അവരുടെ തിക്നെസ് ഒക്കെ സെയിം ആണ്. ബട്ട് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിക്ക് നമ്മൾ കെ എന്ന് ഡിനോട്ട് ചെയ്യുക, അല്ലെ? ഇപ്പൊ സപ്പോസ് ബിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കെ ആണെന്നുണ്ടെങ്കിൽ വിചാരിക്കുക, ബിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബി. അപ്പൊ ബിന്റെ കണ്ടക്ടിവിറ്റി കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എന്റെ കണ്ടക്ടിവിറ്റി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
സോ ബിന്റെ കണ്ടക്ടിവിറ്റി കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കണ്ടക്ടിവിറ്റി എത്രയായിരിക്കും 2k. ചോയ്സ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അവിടെ ചോയ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ അവർ പറയുന്നത് നോക്കാം. അടുത്ത എന്താ പറയുന്നത് നോക്കാം. ഇഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് ദ ലെയർ ബി ഈസ് 50 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ ലെയർ ബിക്ക് എന്താ പറയാ ഇടയിലുള്ള അല്ലെങ്കിൽ ലെയറിൽ ബിയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 3 വാളുകൾ ഉണ്ട് അല്ലെ. സോ ഒന്നാമത്തെ വാളിന്റെ ടെമ്പറേച്ചർ θ1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ വാളിന്റെ ടെമ്പറേച്ചർ θ2 എന്ന് കൊടുത്തു, മൂന്നാമത്തെ വാളിന്റെ ടെമ്പറേച്ചർ θ3 എന്ന് കൊടുത്തു. ഇനി വരുന്ന ക്വസ്റ്റ്യൻ ഉള്ളത് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഈക്വൽ ആയിരിക്കും, ആർ എന്ന് പറയുന്ന റേറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് എന്ന് ബിക്കും ബിന്ന് എക്കും പോകുന്ന റേറ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, റേറ്റ് ഈക്വൽ ഇതിന് നമ്മൾ എന്ത് പറയാം, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സ്റ്റഡി സ്റ്റേറ്റിൽ ഇഫ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് ദ ലെയർ ബി ഈസ് 50 ഡിഗ്രി സെൽഷ്യസ്. അതായത് ബിക്ക് ഇടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ബിക്ക് ഇടയിലുള്ള ടെമ്പറേച്ചർ എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് എങ്ങനെ കാണാം, ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. ഇവിടെ θ2 ഉണ്ട് θ3 ഉണ്ട് അല്ലെ. സോ θ2 മൈനസ് θ3 ആണ് എന്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ടും മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ θ2 ആണ് θ3 ആണ്, അപ്പൊ രണ്ടും മൈനസ് ചെയ്യുക. അത് എത്ര 50 ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി given ആണ്. സോ θ2 മൈനസ് θ3 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ഈ ബി എന്നുള്ള ലെയറിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. ക്വസ്റ്റ്യൻ എന്താ, അതിന്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഡിഫറൻസ് അക്രോസ് ചെയ്യാൻ. അതായത് ഏലുള്ള എന്താ പറയാ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടെ θ1 ഉണ്ട് θ2 ഉണ്ട്. സോ θ1 മൈനസ് θ2 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. എത്രയാണെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് θ1 ഉം θ2 ഒന്നും തന്നിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബി എന്നുള്ള ലെയറിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് θ2 മൈനസ് θ3 ആണ്. കാരണം ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. ഇവിടെ എ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വാളും ഒന്ന് θ1 ആണ്, ഒന്ന് θ2 ആണ്. സോ നമുക്ക് കാണേണ്ടത് ഇത് രണ്ടും മൈനസ് ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണ്, θ1 മൈനസ് θ2 എത്രയാണെന്നാണ് കാണേണ്ടത്. സോ ഇത് എങ്ങനെ കാണും, വളരെ സിമ്പിൾ ആണ്. ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ. നമുക്കറിയാം ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആർ ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു θ1 മൈനസ് θ2 ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്, ഓൾ ഡിവൈഡ് ബൈ എൽ എന്നുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചു തന്നിരുന്നു. ആർ ഈസ് ഈക്വൽ ടു കെ എ ഇൻറ്റു θ1 മൈനസ് θ2 ഓൾ ഡിവൈഡഡ് ബൈ എൽ എന്നുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു തന്നിരുന്നു. സോ ഇവിടെ രണ്ടോടത്തുള്ള റേറ്റ് ഈക്വൽ ആണ്. ഓക്കെ, ഇവിടെ രണ്ടോടത്തുള്ള റേറ്റ് ഈക്വൽ ആണ്. സോ നമുക്ക് എന്താ പറയാ, രണ്ടോടത്തുള്ള എന്ത് ഈക്വൽ ആണ്, റേറ്റ് ഈക്വൽ ആണ്. സോ നമുക്ക് അതിനെ പറ്റി ഇനി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ റേറ്റ് ഓൾറെഡി ഈക്വൽ ആണ്. സോ ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ ഇതെങ്ങനെ ഇക്വേറ്റ് ചെയ്യും, സോ ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തത് ഈ ലെയർ പിന്നെ ഈ ലെയർ. അപ്പൊ ഇവിടുത്തെ കെ എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ കെ ഇൻറ്റു θ1 മൈനസ് θ2 ഓൾ ഡിവൈഡ് ബൈ എൽ ആണ്. സോ ഇവിടെ ആദ്യം ഞാൻ ഈ രണ്ട് റേറ്റും ഈക്വൽ ആക്കട്ടോ. സോ R1 ഈക്വൽ ടു R2 അല്ലെങ്കിൽ RA ഈക്വൽ ടു RB എന്തും നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ RA ഈക്വൽ ടു RB എന്ന് കൊടുക്കണം. സോ ആദ്യം നമുക്ക് ഇക്വേഷൻ ഇവിടെ കൊടുക്കാം. കെ ഇൻറ്റു θ1 മൈനസ് θ2 ഡിവൈഡ് ബൈ എൽ. ഇവിടെ കെ എത്ര, ഇവിടെ കെ എന്ന് പറഞ്ഞാൽ 2k ആണ് അല്ലെ. സോ ഞാൻ ആദ്യം എന്റെ കാര്യം കേട്ടോ പറയാൻ പോകുന്നത്. സോ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ 2k ആണ്. സോ 2k കിട്ടി. 2k ഇൻറ്റു ഇവിടെ ഏരിയക്ക് നമുക്ക് എ എന്ന് തന്നെ കൊടുക്കാം. എ ഇൻറ്റു θ1 മൈനസ് θ2 അതാണ് നമുക്ക് കാണാനുള്ളത്. സോ ഇൻറ്റു θ1 മൈനസ് θ2 ഓൾ ഡിവൈഡഡ് ബൈ ഇതിന്റെ ലെങ്ത് എന്താണ്, അത് എൽ തന്നെ കൊടുത്തോളൂ. കാരണം അതൊന്നും അതിനെ പറ്റിയൊന്നും ക്വസ്റ്റ്യൻ വേണ്ടത്, അതൊക്കെ ഈക്വൽ ആണ്. ഇനി അടുത്തത് അപ്പൊ എന്റെ കാര്യം കഴിഞ്ഞു. നമുക്ക് ബി നമുക്ക് ഇതേപോലെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം കെ, ഇവിടുത്തെ തെർമോകണ്ടക്റ്റിവിറ്റി എന്താണ്, കെ തന്നെയാണ്. സോ കെ ഇൻറ്റു ഇവിടെ എ തന്നെ ഇട്ടോളൂ, അതും കുഴപ്പമില്ല. ഇൻറ്റു θ1 മൈനസ് θ2 ആണ്. അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ θ2 മൈനസ് θ3 ആണ്. ഓക്കെ, നേരത്തെ ഒന്നുമില്ല. θ1 മൈനസ് θ2ന്റെ സ്ഥാനത്ത് ഇവിടെ θ2 മൈനസ് θ3 ആണെന്ന് വരും. ഓക്കെ, θ2 മൈനസ് θ3 ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും, എൽ വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇനി വളരെ സിമ്പിൾ ആണ്, നമുക്ക് വെട്ടാം. അപ്പോ ഇവിടെ ഒരു കെ ഉണ്ട്, ദെൻ ഇവിടെ ഒരു കെ ഉണ്ട് വെട്ടി, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട് വെട്ടി, ഇവിടെ ഒരു എൽ ഉണ്ട്, ഇവിടെ ഒരു എൽ ഉണ്ട്, അതും വെട്ടി. ബാക്കി എന്താ ഉള്ളത്, 2 ഇൻറ്റു എന്ത് വെട്ടി, 2 ഇൻറ്റു θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു θ2 മൈനസ് θ3. ഓക്കെ, നമുക്ക് θ1 മൈനസ് θ2 ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ θ2 മൈനസ് θ3 എത്ര നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. എത്ര, അത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു θ2 മൈനസ് θ3 50 ഡിഗ്രി ആണ്. സോ എന്ത് കിട്ടും, θ1 മൈനസ് θ2 ഈസ് ഈക്വൽ ടു ആ 2നെ താഴേക്ക് കൊണ്ടുവരാം. സോ 50/2 ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി സെൽഷ്യസ്. സോ നമുക്ക് നോക്കാം ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ. ഓക്കെ, യെസ് ഉണ്ടോ, യെസ്. അപ്പോ ആൻസർ എന്താണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയ പ്രോബ്ലം ആണ്. അപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെ നോക്കണം. ഇത് വളരെ 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 സിമ്പിൾ ആയ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞു. അതോടുകൂടെ ഈ പ്രോബ്ലം നമ്മൾ തീർത്തിരിക്കുകയാണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, ആ ഇക്വേഷൻ റേറ്റ് ഈക്വൽ ആണെന്നുള്ള ഇക്വേഷൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ഇട്ട് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി ആർ മൂവിങ് ഇൻ ടു അല്ലെങ്കിൽ വി ആർ ഹെഡിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ 36th ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെനിക്ക് ഇതെടുത്ത് ചെയ്യാം.
അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. കാരണം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. അതിൽ ഓൾറെഡി ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തരും. ഓക്കെ, അപ്പോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോ വായിച്ചു നോക്കാം എന്താ പറയുന്നത്. എ ബോഡി, വേറെ കാർഡ് എടുക്കാം അല്ലെ. അപ്പൊ എ ബോഡി കൂൾസ് ഡൗൺ ഇൻ 10 മിനിറ്റ് ഫ്രം 60 ഡിഗ്രി ടു 40 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഒരു ബോഡിന്റെ ടെമ്പറേച്ചർ 60 ഡിഗ്രിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് ആക്കുമ്പോൾ എന്ത് ചെയ്യും, ബോഡി കൂളാവും. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറയുമ്പോൾ കൂളാവും. സോ 60 ഡിഗ്രിന്ന് 40 ഡിഗ്രി ആക്കാൻ എടുത്ത സമയം എത്ര? 10 മിനിറ്റ് ആണ്. ഓക്കെ, 10 മിനിറ്റ് ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ആഫ്റ്റർ 10 മിനിറ്റ്? അപ്പൊ ഇത് 40 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇനി 40 ഡിഗ്രി സെൽഷ്യസിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇവിടെ ഉണ്ടാവുന്ന പുതിയ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ആഫ്റ്റർ 10 മിനിറ്റ്സ്. അപ്പൊ ആദ്യം 60 40 ആക്കുവാൻ 10 മിനിറ്റ് എടുത്തു. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ 40 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ട് എത്രത്തോളം ആവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ, ഒരു കാര്യം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് എത്ര? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഞാൻ അതിനെ θ0 എന്ന് വിളിക്കുകയാണ്. ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് എത്ര? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ടു ബി വാലിഡ് എന്ന് പറയുന്നുണ്ട്. സോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗിന്റെ ഇക്വേഷൻ? സോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കാം. സോ ഇതാണ് നമ്മൾ ന്യൂട്ടൺ ലോ ഓഫ് എന്താ പറയുക കൂളിംഗിന്റെ ഇക്വേഷൻ. തീറ്റ, ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. θ1 മൈനസ് എന്താ പറയാ θ2 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് ടി എന്ന് പറഞ്ഞ ഇവിടെ ടൈം ആട്ടോ. പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? പ്രൊപ്പോർഷണൽ ടു θ1 പ്ലസ് θ2 എന്താ പറയാ ഹോൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് എന്താ പറയാ മൈനസ് θc. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതില് θc ആണെങ്കിൽ θc അല്ല θ0 എന്ന് കൊടുക്കണം. θ0. സോ ഇവിടെ θ1 എന്ന് പറഞ്ഞ സപ്പോസ് ആദ്യത്തെ കേസിൽ ഈ 60 ഡിഗ്രി ഞാൻ θ1 എന്ന് എടുത്തു. രണ്ടാമത്തെ കേസിൽ ഈ 40 ഡിഗ്രി ഞാൻ θ2 എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ കേസ് ഞാൻ രണ്ട് കേസ് ആയിട്ടാണ് എടുക്കുന്നത്. ഒന്നാമത്തെ കേസിൽ 60 ഡിഗ്രിന്ന് 40 ഡിഗ്രി ആയി 10 മിനിറ്റിൽ, അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ 40 ഡിഗ്രി സെൽഷ്യസ് എത്രയോ ഡിഗ്രി സെൽഷ്യസ് ആയി നമുക്ക് അറിയില്ല, അതിന് 10 മിനിറ്റ്. അപ്പൊ അതാണ് രണ്ടാമത്തെ കേസ് ആയിട്ട് എടുക്കുന്നത്. സോ ഒന്നാമത്തെ കേസ് എന്താണ്? ഈ കേസ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരൊറ്റ കേസ് എടുക്കുകയാണ്, ഒന്നാമത്തെ കേസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 60 ഡിഗ്രിന്ന് 40 ഡിഗ്രി ആയി എത്ര മിനിറ്റ് എടുത്തിട്ട്? 10 മിനിറ്റ് എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ ഇവിടെ ഈ ഇക്വേഷൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. θ1 എത്ര? 60 ആണ്. θ2 എത്ര? 40 ആണ്. ഇവിടെ തന്നിട്ടുണ്ട്. ടൈം എത്ര? 10 മിനിറ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. θ0 എത്ര? 10 ഡിഗ്രി ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ കേസിന് θ1 എത്ര? 60 ഡിഗ്രി ആണ്. 60 മൈനസ് θ2 എത്ര? 40 ഡിഗ്രി ആണ്. ബൈ ടൈം എത്ര? 10 ഡിഗ്രി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എത്ര? θ1 പ്ലസ് θ2 എത്ര? 60 ആണ്. θ2 എത്ര? 40 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് θ0. അതാണ് θ0 എന്ന് പറഞ്ഞ സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. എത്ര? 10 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 10 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആട്ടോ, അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. സോ ഇത് ഒന്ന് സോൾവ് ചെയ്ത് എത്ര കിട്ടും? അപ്പോ 60 മൈനസ് 40 എന്ന് പറഞ്ഞാൽ എത്ര? 20 ആണ്. സോ 20 ബൈ താഴെ 10 ഉണ്ട്, 10 പ്രൊപ്പോർഷണൽ ടു 60 പ്ലസ് 40 എത്ര? 60 പ്ലസ് 40 100 ആണ്. 100 ബൈ 2 50 ആണ്. സോ 50 മൈനസ് 10 ഇത് മൊത്തം ചെയ്ത് 50 ആവും. ഇവിടെ മൈനസ് 10 ഉണ്ട്. അപ്പൊ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അതായത് ഇത് നിങ്ങൾ കട്ട് ചെയ്യാനൊന്നും പോകണ്ട, അതുകൊണ്ട് വേറെ പരിപാടി ഉണ്ട്. അപ്പൊ 20/10 എന്താ പറയാ? പ്രൊപ്പോർഷണൽ ടു 40. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് നിൽക്കട്ടെ. സോ ഒന്നാമത്തെ കേസ് നമുക്ക് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ കേസ് നമ്മൾ വളരെ മനോഹരമായിട്ട് തീർത്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ആകാണ്ടത്. അതായത് 40 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ് കൊണ്ട് ഏതോ ഒരു ടെമ്പറേച്ചർ ആയി. സപ്പോസ് ഇവിടെ ഉണ്ടായ പുതിയ ടെമ്പറേച്ചർ തീറ്റ ആയിക്കോട്ടെ. ഇവിടെ ഉണ്ടായ പുതിയ ടെമ്പറേച്ചർ എനിക്ക് വേണ്ട, ഞാൻ എന്ത് ചെയ്തു? ഇനി രണ്ടാമത്തെ കേസാണ് എടുക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ കേസ് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ്. രണ്ടാമത്തെ കേസിൽ ആദ്യത്തെ ടെമ്പറേച്ചർ ഞാൻ θ1 എന്ന് എടുത്തു. അറിയാത്ത ടെമ്പറേച്ചർ ഞാൻ θ2 എന്ന് എടുത്തു. θ2 ആണ് കാണേണ്ടത്. ഇവിടുത്തെ ടൈം എത്ര? t = 10 മിനിറ്റ് ആണ്. സോ ഇവിടുത്തെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഇതേപോലെ എടുത്ത് എഴുതി കൊടുക്കുക. അപ്പൊ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സെക്കൻഡ് കേസിലെ ന്യൂട്ടൺ ലോ ഓഫ് കൂളിംഗ് എഴുതി നോക്കുക. ഓക്കെ, എന്താണ് ഇക്വേഷൻ സെയിം ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഒന്നും യാതൊരു ഇതുമില്ല. ഞാൻ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, ഇക്വേഷന് യാതൊരു ചെറിയ പ്രശ്നങ്ങളും ഇല്ല. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണണം. ഓക്കെ, അപ്പൊ θ1 മൈനസ് θ2 ഹോൾ ഡിവൈഡ് ബൈ ടി. സോ ഇവിടെ നമുക്ക് θ1 എത്ര? ഇവിടെ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും എത്ര? 40 ആണ്. θ1 എത്ര? 40 ആണ്. ഓക്കെ, θ1 എത്ര? 40 ആണ്. ദെൻ θ2 നമുക്ക് അറിയില്ല, അതാണ് കാണേണ്ടത്.
ദെൻ ടൈം 10 തന്നിട്ടുണ്ട്. പിന്നെ തീറ്റ 0 അത് എപ്പോഴും സറൗണ്ടിങ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരിക്കലും മാറില്ല കണ്ടോ. അത് അപ്പോഴും ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും. അപ്പൊ അതിന് മാറ്റമൊന്നുമില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഇതിൽ കൊണ്ടേ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൽ കൊണ്ട് കൊടുക്കാം. തീറ്റ 1 അപ്പൊ ഇനി ചെയ്യാൻ എളുപ്പമാണ്. അവിടെ സൈഡിൽ കൊടുത്തിട്ട് തീറ്റ 1 40 ആണ്. സോ 40 മൈനസ് തീറ്റ 2 നമുക്ക് തീറ്റ 2 തന്നെ കൊടുക്കാം. ഓൾ ഡിവൈഡ് ബൈ ടി. ടി എത്ര 10 മിനിറ്റ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ 1 എത്ര 40 ആണ് പ്ലസ് തീറ്റ 2 നമുക്ക് തീറ്റ 2 തന്നെ കൊടുക്കാം. ഓൾ ഡിവൈഡ് ബൈ 2 അല്ലെ മൈനസ് എന്ത് കിട്ടി തീറ്റ 0. തീറ്റ 0 എത്ര 10 ആണ്. തീറ്റ 0 എത്ര 10 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 40 പ്ലസ് എന്താ പറയാ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ 2 അല്ലെ. അപ്പൊ ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സപ്പോസ് ഇതിപ്പോ 40 മൈനസ് തീറ്റ 2 ബൈ 10 പ്രൊപ്പോർഷണൽ ടു 20 പ്ലസ് തീറ്റ 2 ഡിവൈഡ് ബൈ 2. ഓക്കെ, മൈനസ് 10 അപ്പോൾ മൈനസ് 10 ഉണ്ട് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പൊ എന്ത് കിട്ടും, അപ്പൊ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. സോ നമുക്ക് എന്ത് കിട്ടും 40 മൈനസ് എന്താ പറയാ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ 10 അല്ലെ. ഓൾ ഡിവൈഡ് ബൈ 10 പ്രൊപ്പോർഷണൽ ടു ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 40 പ്ലസ് തീറ്റ 2 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് തീറ്റ 2 ആണ്. 40 പ്ലസ് തീറ്റ 2 മൈനസ് എന്താ പറയാ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. മൈനസ് 2 into 10 എത്ര 20 ആണ്. ഓൾ ഡിവൈഡ് ബൈ താഴെ 2 ഉണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ദെൻ അടുത്ത സ്റ്റേജിൽ എന്തായിരിക്കും 40 മൈനസ് എന്താ പറയാ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ 10 പ്രൊപ്പോർഷണൽ ടു. ഓക്കെ, ഇവിടെ 40 ഇവിടെ മൈനസ് 20. അത് അവിടെ 40 മൈനസ് 20 പറഞ്ഞാൽ 20 ആണ്. സോ 20 പ്ലസ് ഇവിടെ തീറ്റ 2 ഉണ്ട്. തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും, ഓൾ ഡിവൈഡ് ബൈ 2 കിട്ടും. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് തീറ്റ 2 ആണ് കിട്ടേണ്ടത്. നമുക്കിവിടെ ഒരു ഇക്വേഷൻ നമ്പർ 1 ഉണ്ട് അല്ലെ. ഈ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇക്വേഷൻ നമ്പർ 1 എന്താണ്, ഇതാണ്. സോ ഞാനത് കോപ്പി ചെയ്ത് താഴെട്ടിട്ടാണ്. ഓക്കെ, കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാലോ ഈ ചാപ്റ്റർ ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു കഥ തന്നെ ആയിരിക്കും. കാരണം കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് രക്ഷയില്ല. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ചെയ്യേണ്ടത് 1 ഡിവൈഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, സോ 1 ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ 2 ഡിവൈഡ് ബൈ 1 അല്ല, 1 ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ 1 ഡിവൈഡ് ബൈ 2 ചെയ്യാം. സോ ആദ്യം LHS എടുക്കുക. LHS എത്ര 20 ബൈ 10 അല്ലെ. 20 ബൈ 10. ഓക്കെ, 20 ബൈ 10 ഓൾ ഡിവൈഡ് ബൈ 2. രണ്ടാമത്തെ ഇക്വേഷൻ എത്ര 40 മൈനസ് തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ 10. സോ എന്ത് കിട്ടും 40 മൈനസ് എന്ത് വരും നോക്കാം. 40 മൈനസ് എന്താ പറയാ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും. ഇത് ഇവിടുത്തെ LHS എന്ന് പറഞ്ഞാൽ എത്ര 1 ഡിവൈഡ് ബൈ 2 അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ LHS എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ 40 ഇതാണ് LHS 1ന്റെ. ഇവിടെ 40 ബൈ 1 എന്ന് എഴുതാട്ടോ, കാരണം എളുപ്പത്തിന് വേണ്ടിയാണ്. സോ നമുക്ക് എന്ത് കിട്ടും 40 ബൈ 1 അല്ലെ ഓൾ ഡിവൈഡ് ബൈ എന്ത് വരും. ഇവിടെ 20 പ്ലസ് തീറ്റ 2 ഡിവൈഡ് ബൈ 2 എന്ത് കിട്ടും 20 പ്ലസ് എന്താ പറയാ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഇനി എന്താ ചെയ്യാം, ഇനി ഒന്നും ചെയ്യാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. കാരണം കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ഈ 10 നിങ്ങൾക്ക് വെട്ടിക്കളയാം. അപ്പൊ ബാക്കി എന്ത് കിട്ടും 20 ഓൾ ഡിവൈഡ് ബൈ 40 മൈനസ് എന്ത് കിട്ടും തീറ്റ 2 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യാം 40 ബൈ 1 ഇത് നിങ്ങൾക്ക് നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും 40 into 2 ഓൾ ഡിവൈഡ് ബൈ 20 പ്ലസ് എന്താ പറയാ തീറ്റ 2 എന്ന് കിട്ടും. സോ ഇത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്ത് നോക്കുക. സോ ഇതെല്ലാം കൂടെ വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീറ്റ 2ന്റെ ആൻസർ 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഹോംവർക്ക് ആണ്. അപ്പൊ ഇത് പോയിട്ട് എന്ത് ചെയ്യാം സോൾവ് ചെയ്ത് നോക്കുമ്പോൾ തീറ്റ 2ന്റെ ആൻസർ 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഉണ്ടോ? യെസ്, 28 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതാണ് ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതോടുകൂടെ അതും കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നമുക്ക് വെയിൻസ് ലോ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെയിൻസ് ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. വെയിൻസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമായിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നതാണ്. വലിയ വിഷയങ്ങളൊന്നും ഇല്ല. നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഇപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കണം. കാരണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും, എന്നിട്ട് ഞാൻ വായിച്ചു തരാം. ഏതൊരു ക്വസ്റ്റ്യൻ കൈ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്താ പറയുക 2 പ്രാവശ്യം അത് നമ്മൾ വായിക്കണം. മനസ്സിരുത്തി 2 പ്രാവശ്യം വായിക്കണം. കാരണം എന്നിട്ട് അതിൽ എഴുതിയ എല്ലാ സാധനങ്ങളും താഴെ എടുത്ത് എഴുതണം. കാരണം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് ഞാനൊന്ന് വായിച്ചു തരാം. ഞാൻ വായിച്ചെന്നുണ്ടെങ്കിൽ മോശമല്ലേ. The light from sun is found to have maximum intensity near the wavelength of 480 നാനോമീറ്റർ. അപ്പൊ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് എത്ര 480 നാനോമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, 480 നാനോമീറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനാണ് ലൈറ്റിന് അല്ലെങ്കിൽ സണ്ണ് തരുന്ന ലൈറ്റിന് മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാവുക. ഓക്കെ,
assuming എന്താ പറയാ the surface of the earth emits as a black body, the temperature of the sun is nearly. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ടി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേറെ എന്താ തന്നിട്ടുള്ളത്? വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടുണ്ട്. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് അത് നമ്മൾ ബി എന്നാ ഡിനോട്ട് ചെയ്യുക. അത് എത്ര കിട്ടും? 0.2896 എന്താ പറയാ CM K എന്ന് കിട്ടും. അപ്പൊ ടെമ്പറേച്ചർ ആണ് കാണുന്നത്. അപ്പൊ വെയിൻസ് ലോ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ വെയിൻസ് ലോ എന്ന് പറഞ്ഞാൽ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/T ആണ് വെയിൻസ് ലോ. ഓക്കെ, അതല്ലാതെ വേറൊരു ഇക്വേഷൻ കൂടെ വെയിൻസ് ലോ ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാന്ന് വെച്ചിട്ടാണ് അവിടെ പറയാതിരുന്നത്. വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു B/T. എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു B/T. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു B/T. ഈ ബി എന്ന് പറഞ്ഞാൽ അതിനെ വെയിൻസ് കോൺസ്റ്റന്റ് എന്നാ പറയാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻസ് കോൺസ്റ്റന്റ് എന്നാ പറയാ. ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ സ്മോൾ ടി എന്ന് കൊടുക്കരുത്, അപ്പൊ ടൈം എന്ന് വിചാരിക്കും. ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് തന്നെ കൊടുക്കണം. നമുക്കിവിടെ ചെയ്യേണ്ട എന്താ? ഇവിടെ കാണേണ്ടത് ആരെയോ? ഓക്കെ, ഇവിടെ ലാംഡ ഈസ് ഈക്വൽ ടു B/T. നമുക്കിവിടെ കാണേണ്ട ടെമ്പറേച്ചറിനാണ്. സോ ടീനെ അങ്ങോട്ട് എടുത്തു, ലാംഡനെ താഴോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു B all divided by lambda. ഓക്കെ, B all divided by lambda. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യും? B all divided by lambda. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 0.2896 സെന്റിമീറ്റർ കെൽവിൻ. സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁻² മൾട്ടിപ്ലൈ ചെയ്താൽ സെന്റിമീറ്റർ മീറ്റർ ആവും. സോ എന്താ ഇക്വേഷൻ വരിക? സോ ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു 0.2896 ഇൻറ്റു 10⁻² ഓൾ ഡിവൈഡ് ബൈ, ഇവിടെ നാനോമീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ? ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. ഒരു ആങ്സ്ട്രം, ആങ്സ്ട്രം എന്ന് പറഞ്ഞ ഒരു മെഷർമെന്റ് ആണ്. A0 എന്ന് ഡിനോട്ട് ചെയ്യുക. അതിനെ 10⁻⁻10 മീറ്റർ ആയിരിക്കും ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഒരു പൈക്കോമീറ്റർ, ഒരു PM, ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 എന്താ പറയാ മീറ്റർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ലാംഡ എത്ര? 480. ഓക്കെ, 480 ഇൻറ്റു നാനോമീറ്ററിന്റെ മീറ്റർക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലോസ് ടു 600 കെൽവിൻ കിട്ടും. എത്ര കിട്ടും? 600 കെൽവിൻ കിട്ടും. സോറി, 600 അല്ല, 6000 കെൽവിൻ കിട്ടും. നിങ്ങൾക്ക് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടിയെന്ന് വരില്ല, കാരണം പോയിന്റും അതൊക്കെ ഇട്ടതുകൊണ്ട്. എന്നിരുന്നാലും ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു 5000 സംതിങ് ആണ് വരിക. അപ്പൊ 5000 സംതിങ്, ഒരു 5900 സംതിങ് ഒക്കെ വരിക. അപ്പൊ ക്ലോസ് ടു 6000 ആണ്. സോ ദ ആൻസർ ഈസ് സി. ഓപ്ഷൻ സി എത്ര വരും? 6000 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. സോ ഇതോടുകൂടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള സെക്ഷൻ നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.